അങ്ങനെ വീണ്ടും ഒരു കല്യാണം ദേ ഓടി എത്തി. അപ്പോൾ കല്യാണത്തിൽ ഉള്ള ആ ഒരു മോർണിംഗ് രാവിലെ തന്നെ കല്യാണത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗോതിരത്തിനടുത്ത് കടൽവാതിരുത്ത് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് കടൽവാതിരുത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം വള്ളംകളിയൊക്കെ നടക്കുന്ന ഒരു മെയിൻ സ്പോട്ടാണ്. അതിൻ്റെ പുഴയാണ് അങ്ങ് അറ്റത്ത് കാണുന്നത്. മെയിൻ വള്ളംകളിയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. മിക്കവരും ഈ ഒരു പ്രദേശത്ത് കൊടുങ്ങല്ലൂർ പ്രദേശത്തേക്കുള്ളവർ മിക്കവരും വന്നിട്ടുള്ളൊരു സ്ഥലമായിരിക്കും. ഇവിടെ ഇപ്പം നമ്മൾ നേരെ ഇപ്പം ഈ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പള്ളി. നേരെ ഈ പുഴയുടെ അപ്പുറം കാണുന്നതാണ് അമ്പലം, കൊടുങ്ങല്ലൂർ മൂത്തകുന്നം അമ്പലം പള്ളി. നേരെ ഓപ്പോസിറ്റ് ഒരു പുഴയുടെ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പള്ളിയിലാണ്, ഈ പള്ളിയിലെ ഈ ഇടവക പള്ളിയിലെ പെൺകുട്ടിയുടെയാണ് കല്യാണം. അപ്പോൾ എന്നോട് പള്ളിയിൽ വരാൻ പറഞ്ഞു. ഞാൻ രാവിലെ തന്നെ പള്ളിയിലെത്തി. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ വിളിക്കണം, അവരാരെങ്കിലും വിളിക്കണം. ഞാൻ എന്തായാലും കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ്, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് വള്ളംകളിയൊക്കെ നടക്കുന്ന മെയിൻ സ്ഥലം. എന്ത് ഭംഗിയാണ് ശരിക്കും. ഒരു പുഴയും കാര്യങ്ങളും ഭയങ്കര സൈലൻ്റാണ് ഇവിടെ. ഭയങ്കര ശാന്തമായൊരു അന്തരീക്ഷമാണ്. അങ്ങനെ പെൺകുട്ടിയുടെ അനിയൻ എത്തിയിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട്. നിവിൻ സെബാസ്റ്റ്യൻ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളി വന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് വേറൊരു പള്ളിയിൽ, സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നടന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് അങ്ങോട്ടൊന്ന് വരണം എന്ന് പറഞ്ഞു. നമ്മൾ കാറായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വേറെ കാറ് കൊണ്ട് തിരിച്ച് സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിലേക്ക് പോവാണ്. അപ്പോൾ അനിയൻ ഇനി റെഡിയായിട്ട് നേരെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കാറെടുത്തിട്ട് നേരെ ഗോതിരത്ത് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഈ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഈ കാണുന്ന ഒരു സ്കൂളും കൂടെ ഉണ്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ കാറായിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ സൈഡിൽ വെയിറ്റ് ചെയ്യാണ്. ഇനിയിപ്പോൾ കുറച്ച് ഏകദേശം ഒരു 10-15 മിനിറ്റും കൂടെ നമുക്കുള്ളൂ ഇവിടെ. അപ്പോൾ ഇന്നത്തെ ഹീറോയിൻ കല്യാണ പെണ്ണ് കാറിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. നിമ എന്നാണ് പെൺകുട്ടിയുടെ പേര്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ പോവാണ്. ഇപ്പോൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നിമ്മയുടെ പാരൻസ് ഒക്കെ കയറിയിട്ട് ഇവിടുന്ന് നമ്മൾ നേരെ കുഴിപ്പിലേക്ക് യാത്ര പോകും. നിമ ഹായ്. അപ്പോൾ ശരി, ഇനിയിപ്പോൾ ഓൺ ദി വേ നമുക്ക് കാണാം. ഓക്കെ. ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. അതായത് നിമയല്ല, നിവയാണ്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു പേര് കേൾക്കുന്നുണ്ട്. നിമ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ നിവ എന്ന് ആദ്യമായിട്ട് കേൾക്കുന്നത്. എന്തായാലും നല്ല പേരാണ്ടാ, സൂപ്പറാണ്. അപ്പോൾ ഓക്കെ, ഇനി ബാക്കി ഓൺ ദി വേ കാണാം കേട്ടോ. നല്ല തിരക്കിലാണ്. ഓക്കെ. അങ്ങനെ ഇവിടെ വീടിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ കാർ കൊണ്ടൊന്ന് പാർക്ക് ചെയ്ത് ഇപ്പോൾ ഈ കയറി ചെല്ലുന്നതാണ് തന്നെ ഇവിടെ വീട്. ഇവിടെ വീടിൻ്റെ തൊട്ട് മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളുടെ നേരത്തെ കണ്ട ആ വള്ളംകളിയൊക്കെ നടക്കുന്നത് പറഞ്ഞാൽ ആ പുഴയാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ കാറൊക്കെ പാർക്ക് ചെയ്ത ആ സെയിം സൈഡിൽ തന്നെയാണ് വീട് വരുന്നത്. ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഞാൻ നേരത്തെ കാണിച്ച അമ്പലവും കാര്യങ്ങളൊക്കെ കാണുന്നത്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചീനവല ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ പിടിച്ച് തിന്നാനുള്ളൊരു ഭയങ്കര ഒരു ഭാഗ്യം അവർക്കുണ്ട്. അതെ, ഇപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിലൊരു വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഭയങ്കര നൈസായിട്ടുള്ളൊരു വ്യൂ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരമൊക്കെ ഈ വീടിന് മുമ്പിൽ തന്നെ വന്നിരിക്കുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും ശരിക്കും, ഇങ്ങനൊരു പുഴയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഇവിടുന്ന് ഞാൻ വീണ്ടും കാർ എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ കുഴിപ്പള്ളിയിൽ നമ്മളുടെ പയ്യൻ്റെ പള്ളിയിലേക്ക് പോകാനായിട്ട് ഇവിടുന്ന് റെഡിയായി എല്ലാവരും ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കാറെടുത്തു. ഇനിയിപ്പോൾ നേരെ അവരെല്ലാവരും കയറ്റിയിട്ട് നേരെ കുഴിപ്പള്ളിയിലേക്ക് യാത്ര പോവുകയാണ്. ഇനിയിപ്പോൾ ഇതിനിടയ്ക്ക് വീഡിയോ ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റുമെന്നും തോന്നുന്നില്ല. കാരണം സമയം കറക്റ്റ് കൈ പിടിച്ചാൽ പോകുന്നത്. സമയം ഏകദേശം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് പള്ളിയിലൊന്ന് കയറിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് ഇപ്പോൾ അവർ രണ്ടുപേരും ഇറങ്ങി കാറിലേക്ക് കയറുകയാണ്.
ഇപ്പം നമ്മൾ പള്ളിയിലെത്തി. കുഴിപ്പള്ളി സെൻറ്റ് അംബ്രോസ് ചർച്ചിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നു അവർ കാറിൽ വെയിറ്റ് ചെയ്യാണ്, ഇറങ്ങിയിട്ടില്ല. ചെക്കനും തൊട്ടപ്പുറത്ത് കാറിനുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഹീറോ, കല്യാണ ചെക്കനാണ് ഇന്നത്തെ ഹീറോ. അപ്പോൾ രണ്ടുപേരും, നമ്മുടെ ഹീറോയിനും രണ്ടുപേരും കാറിൽ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ പള്ളിയിൽ വേറൊരു ഫംഗ്ഷൻ നടന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് അകത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ രണ്ടുപേരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാറിൽ, ഇറങ്ങിയിട്ടില്ല. പുറത്ത് നല്ല വെയിലുമാണ്, നല്ല ചൂടുമാണ്. ഇതാണ് കേട്ടോ നമ്മളുടെ സെൻറ്റ് അംബ്രോസ് ചർച്ച്. ഇപ്പോൾ അകത്ത് ഫംഗ്ഷൻ കഴിഞ്ഞു, ആളുകൾ കുറച്ച് പേരൊക്കെ അകത്ത് കയറിയിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പതുക്കെ അവർ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അകത്തേക്ക് കയറും. അപ്പോൾ അങ്ങനെ കല്യാണത്തിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പള്ളിയിലൊക്കെ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞു. പള്ളിയിലെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. കാരണം ഇങ്ങനൊരു കല്യാണത്തിൻ്റെ ഒരു യാത്ര, ആ ഒരു യാത്രയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ പതുക്കെ തിരിച്ചു പോരാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഈ ഒരു കല്യാണത്തിന് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് കിട്ടിയത്. അങ്ങനെ ഞാൻ വന്നപ്പോൾ തന്നെ കണ്ട നമ്മളുടെ നിവിനോട് യാത്ര പറഞ്ഞു. നിവിനായിട്ടൊരു സെൽഫി എടുത്തിട്ട് ഇവിടുന്ന് പതുക്കെ തിരിച്ചു പോരേണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ജോൺ ഷാരോൺ തോമസ് സൈനിങ് ഓഫ്.